വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 6 ലക്ഷം രൂപ സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. തൃശൂർ കോർപ്പറേഷൻ 5 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. തൃശൂർ പൂരം വെടിക്കെട്ട് ആസ്വദിക്കാൻ പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പുതിയ റിപ്പോർട്ട് നൽകി ഹൈക്കോടതിയിൽ നിന്ന് അനുമതി വാങ്ങാൻ ശ്രമിക്കുമെന്നും സുരേഷ് ഗോപി. സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് ജില്ലയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ മന്ത്രി ആർ ബിന്ദു ദേശീയ പതാക ഉയർത്തും. തൃശൂർ കുറ്റിപ്പുറം റോഡിൽ ചൂണ്ടൽ മുതൽ കേച്ചേരി വരെ വ്യാഴാഴ്ച മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. റോഡിലെ കുഴികൾ അടയ്ക്കുന്ന പ്രവൃത്തികൾ നടക്കുന്നതിനാലാണ് നിയന്ത്രണം. നെല്ലിന്റെ സംഭരണ വില നൽകാത്തതിൽ പ്രതിഷേധിച്ച് കോൾ കർഷകർ മാർച്ച് നടത്തി. കർഷകർക്ക് ലഭിക്കുവാനുള്ളത് 10.5 കോടിയിലധികം രൂപ. മൂർക്കനാട് ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതികളായ സഹോദരങ്ങൾ ഇരിങ്ങാലക്കുട പോലീസിന്റെ പിടിയിലായി. ചാമക്കല സ്വദേശികളായ വൈഷ്ണവ്, ജിഷ്ണു എന്നിവരാണ് അറസ്റ്റിലായത്. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 6 ലക്ഷം രൂപ സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ കുടുംബാംഗങ്ങളില്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾക്ക് ധനസഹായം നൽകും. ഇതിനായി പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. കാണാതായ വ്യക്തികളുടെ ആശ്രിതർക്കും ധനസഹായം നൽകും. 60% അംഗവൈകല്യം ബാധിച്ചവർക്ക് 75,000 രൂപയും അതിൽ കുറവുള്ളവർക്ക് 50,000 രൂപയും ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ദുരിതബാധിത കുടുംബത്തിന് പ്രതിമാസം 6,000 രൂപ വാടക ഇനത്തിൽ നൽകും. ബന്ധുവീടുകളിൽ മാറുന്നവർക്കും വാടക തുക ലഭിക്കും. അംഗവൈകല്യം വന്നവരുണ്ട്. കണ്ണുകൾ, കൈകാലുകൾ ഇവയെല്ലാം നഷ്ടപ്പെട്ടവർക്ക്, 60%-ലധികം വൈകല്യം ബാധിച്ചവർക്ക് 75,000 രൂപ. 75,000 രൂപ എന്ന് പറയുന്നത് അതിന് സാധാരണ നിലക്ക് കൊടുക്കുന്ന തുകയുണ്ട്. അതിന് പുറമേയുള്ളതാണ് 75,000 രൂപ. മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകുന്ന പ്രത്യേക തുകയാണ്. അതോടൊപ്പം 40% മുതൽ 60% വരെ വൈകല്യം ബാധിച്ചവർക്ക് 50,000 രൂപ. അതും CMDRF-ൽ നിന്ന് അനുവദിക്കുന്നതാണ്. ഗുരുതരമായ പരിക്ക് പറ്റിയവർക്ക്, ഇത് അംഗവൈകല്യം വന്നവരാണ്, ഗുരുതരമായി പരിക്ക് പറ്റിയവർക്കും 50,000 രൂപ ഇതിന് പുറമെ അനുവദിക്കുന്ന നിലയുണ്ടാവും. വയനാടിന് കൈത്താങ്ങായി തൃശൂർ കോർപ്പറേഷൻ പ്രഖ്യാപിച്ച 5 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയ മേയർ MK വർഗീസ് മുഖ്യമന്ത്രി പിണറായി വിജയന് തുക നേരിട്ട് കൈമാറി. അടിയന്തരമായി സഹായം എത്തിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കിയാണ് കോർപ്പറേഷൻ കൌൺസിൽ ഐക്യകണ്ഠേന തീരുമാനം എടുത്ത തുക ദിവസങ്ങൾക്കുള്ളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് ചെക്കായി എത്തിച്ചത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തിയും മേയറോടൊപ്പം ഉണ്ടായിരുന്നു. തൃശൂർ പൂരം വെടിക്കെട്ട് ആസ്വദിക്കുവാൻ പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തൃശൂർ പൂരം വെടിക്കെട്ടിന്റെ നിയന്ത്രണത്തിൽ ഇളവ് വരുത്തുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്ന ഉന്നതതല പ്രാഥമിക യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. തൃശൂർ പൂരം പഴയ കാലത്തേതുപോലെ ജനങ്ങളുടെ പൂരമായി മനോഹരമായി നടത്തുമെന്നും കഴിഞ്ഞ തവണ ഹിതമല്ലാത്തത് നടന്നുവെന്നും അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. പൂരവുമായി ബന്ധപ്പെട്ട് നടന്ന എല്ലാ നിർദ്ദേശങ്ങളും അടങ്ങിയ, ആവശ്യങ്ങളും അടങ്ങിയ അവകാശ സ്ഥാപനത്തിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകിയതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആനന്ദകരമായ, സന്തോഷകരമായ ഒരു പൂര ആസ്വാദനത്തിനും വിഘാതം സൃഷ്ടിക്കാത്ത രീതിയിലുള്ള, എല്ലാവരെയും ജനങ്ങളെ സന്തോഷിപ്പിച്ച് ഒരു പൂരം അവതരിപ്പിക്കാൻ സാധിക്കുക. ഇനി അങ്ങോട്ടുള്ള പൂരങ്ങളെല്ലാം അങ്ങനെ ആവണം. പൂരത്തിന്റെ നടത്തിപ്പിന് ആവശ്യമായ രൂപരേഖ തയ്യാറാക്കി ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ പുനഃക്രമീകരണത്തിനു വേണ്ടി അപേക്ഷിക്കാനുള്ള വിവരശേഖരണത്തിന്റെ ഭാഗമായിട്ടാണ് ബന്ധപ്പെട്ട എല്ലാവരുടെയും യോഗം ചേർന്നതെന്ന് മന്ത്രി അറിയിച്ചു. യോഗത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങൾ റെക്കോർഡ് ചെയ്ത ഡോക്യുമെന്റാക്കി കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയലിന് സമർപ്പിക്കുമെന്നും ഇതിൽ സാങ്കേതികമായ എല്ലാ പഠനങ്ങൾക്കും പൊതുസാധ്യതകൾക്കും വിധേയമാകുന്ന വിധത്തിൽ നിയമത്തിന്റെ പിൻബലത്തിൽ കോടതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വർഷത്തെ പൂരത്തിന്റെ വിഷമം താൻ നേരിട്ട് അനുഭവിച്ചറിഞ്ഞതാണ്. അത് പരിഹരിക്കാൻ വേണ്ടി വന്നപ്പോഴുണ്ടായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ആരും കണ്ടില്ലെന്ന് നടിക്കുകയും കോടതി പറയാത്തതും നിർദ്ദേശിക്കാത്തതുമായ ചില കാര്യങ്ങൾ നടന്നുവെന്നത് വേദനാജനകമാണെന്നും മന്ത്രി പറഞ്ഞു. ഇതിന്റെ ഒരു വേദന ഈ വർഷത്തെ പൂരം നടത്തിപ്പിൽ ഞാനും കൂടി അറിഞ്ഞതാണ്. അത് പരിഹരിക്കാൻ വേണ്ടി വന്നപ്പോൾ നേരിട്ട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ആരും കണ്ടില്ല. അപ്പോൾ ഇതിനി വിട്ടുകൊടുക്കാൻ സാധിക്കില്ല. ഇത് കോടതി പറയാത്ത, കോടതി നിർദ്ദേശിക്കാത്ത, കോടതിയുടെ അറിവിലില്ലാത്ത ചില എക്സസീവ്
exercise of unlimited power was at display, which pained me. ജനങ്ങളെ അത് വേദനിപ്പിച്ചു. അതുകൊണ്ടാണ് എനിക്കത് വേദനയായിട്ട് എനിക്കും സ്വീകരിക്കേണ്ടി വന്നത്. ശിവകാശി മാതൃകയിലുള്ള പടക്ക നിർമ്മാണശാലകൾ ഇവിടെ ആവശ്യമാണെന്ന് യോഗത്തിൽ ആരും ഉന്നയിച്ചില്ലെന്നും അപകട നിയന്ത്രിതമായ അന്തരീക്ഷമുണ്ടെങ്കിൽ അതിന് സാധ്യതയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അത് ഒരാവശ്യമായിട്ട് ആരും ഇവിടെ ഉന്നയിച്ചില്ല. നമുക്കതിനുള്ള ഒരു ആവശ്യമുണ്ട്. ആ ആവശ്യം കൊണ്ട് നമുക്ക് രാജ്യത്തിൻ്റെ GDP-യിലേക്കും GST കളക്ഷനിലേക്കും ഒക്കെ വർധനമുണ്ടാക്കാൻ സാധിക്കുന്ന അപകടരഹിതമായ അല്ലെങ്കിൽ അപകട നിയന്ത്രിതമായ ഒരു അന്തരീക്ഷം ഉണ്ട് എന്നുണ്ടെങ്കിൽ സാധ്യതയുണ്ട്. നോക്കാം. അതിപ്പം ആരും ഇവിടെ അത് ആവശ്യപ്പെട്ടില്ല. അങ്ങനെ ഒരു ആവശ്യം വരട്ടെ, പരിഗണിക്കപ്പെടും. ആനകളെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് 2022 വനം പരിസ്ഥിതി മന്ത്രാലയം കൊണ്ടുവന്ന ഭേദഗതി പരിശോധിക്കണമെന്നും ഭേദഗതി ആര് തടഞ്ഞുവെന്നും ആർക്കു വേണ്ടി തടഞ്ഞുവെന്നതും സുപ്രീം കോടതി ഇടപെട്ട് റദ്ദാക്കിയതും പരിശോധിക്കണമെന്നും കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു. 2022 വിന്റർ സെഷനിൽ വനം പരിസ്ഥിതി വകുപ്പിൻ്റെ അമെൻമെൻ്റ് എന്താണെന്ന് പഠിക്കും. ആ അമെൻമെൻ്റ് ആര് തടഞ്ഞു എന്നും പഠിക്കും. അതെന്തിനു വേണ്ടി, ആർക്കൊക്കെ വേണ്ടി തടഞ്ഞു എന്നും പരിശോധിക്കും. അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി റദ്ദ് ചെയ്തതും പഠിക്കും. അതിന്ന് നിലവിലുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കും. അതിനി നടപ്പിലാക്കേണ്ടത് സ്റ്റേറ്റ് സബ്ജക്റ്റ് കൂടിയായതുകൊണ്ട് അതിനകത്ത് പല എലമെൻസും കൺകറന്റ് ലിസ്റ്റിലും ഉള്ളതാണ്. അതുകൊണ്ട് അതിനൊരു GO ആരിറക്കണം. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ, പെസോ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൃശൂർ തേക്കിൻകാട് മൈതാനം സന്ദർശിച്ചു. തൃശൂർ പൂരം വെടിക്കെട്ട് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്രമന്ത്രി തേക്കിൻകാട് എത്തിയത്. പാറമേക്കാവ്, തിരുവമ്പാടി വിഭാഗങ്ങളുടെ വെടിക്കെട്ട് നടക്കുന്ന തെക്കേ ഗോപുരനട മുതൽ നായ്ക്കനാൽ പരിസരം വരെയുള്ള മൈതാനം നടന്നുകണ്ട് വിലയിരുത്തി. 1 മണിക്കൂറോളം നീണ്ട സന്ദർശനത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, പെസോ ഉദ്യോഗസ്ഥർ, സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ, തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികൾ എന്നിവരുമുണ്ടായിരുന്നു. ഫയർ ലൈനിൽ നിന്ന് 60 മീറ്റർ അകലിൽ നിന്ന് വെടിക്കെട്ട് കാണുന്നതിനുള്ള സാധ്യതയാണ് പരിശോധിച്ചത്. ഇത് സംബന്ധിച്ച് സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ നടന്ന പ്രത്യേക യോഗത്തിന് ശേഷമാണ് അദ്ദേഹം മൈതാനം സന്ദർശിച്ചത്. പെട്രോളിയം സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗവും തുടർന്നുള്ള പരിശോധനയും പൂരം വെടിക്കെട്ട് പഴയ പ്രതാപത്തിൽ കാഴ്ചക്കാർക്ക് കണ്ട് ആസ്വദിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് നൽകുന്നത്. ദേവസ്വങ്ങളും അദ്ദേഹത്തിന്റെ ഇടപെടലിൽ പൂർണ്ണ തൃപ്തരാണ്. രാജ്യം വ്യാഴാഴ്ച 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. ജില്ലാതല സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങുകൾക്ക് തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. രാവിലെ 9:02 മന്ത്രി ഡോക്ടർ R. ബിന്ദു ദേശീയ പതാക ഉയർത്തും. തുടർന്ന് നടക്കുന്ന പരേഡിൽ പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, സ്റ്റുഡന്റ് പോലീസ്, NCC തുടങ്ങിയ വിവിധ വിഭാഗങ്ങൾ അണിനിരക്കും. ഭരണസ്ഥിരാകേന്ദ്രമായ സിവിൽ സ്റ്റേഷനിലും മറ്റ് ഓഫീസുകളിലും സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങുകൾ നടക്കും. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചായിരിക്കും ആഘോഷ പരിപാടികൾ നടത്തുക. അതേസമയം സ്വാതന്ത്ര്യദിനത്തെ ആവേശപൂർവ്വം നെഞ്ചേറ്റാനായി നിരവധി ത്രിവർണ്ണ അലങ്കാര വസ്തുക്കളുമായി വിപണി സജീവമായിരുന്നു. പതാകകൾ, മാല, ബലൂൺ, തൊപ്പി, ടീഷർട്ട്, ഉടുപ്പ്, കീചെയിൻ, ഷാൾ, പേന തുടങ്ങി നിരവധി ത്രിവർണ്ണ അലങ്കാര സാമഗ്രികളാണ് സ്വാതന്ത്ര്യദിന ആവേശം നെഞ്ചേറ്റുവാനായി വിപണിയിൽ ഒരുക്കിയിരുന്നത്. തൃശൂർ YMCAയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യാഘോഷത്തോടനുബന്ധിച്ച് ദേശഭക്തിഗാന മത്സരം സംഘടിപ്പിച്ചു. YMCA ഹാളിൽ നടന്ന ദേശഭക്തിഗാന മത്സരം BSF അസിസ്റ്റന്റ് കമാൻഡന്റ് സുനിൽകുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്തു. YMCA പ്രസിഡന്റ് ജോജു മഞ്ഞല അധ്യക്ഷത വഹിച്ചു. യൂത്ത് വർക്കിംഗ് കമ്മിറ്റി ചെയർമാൻ ജോർജ് ചാണ്ടി, ജനറൽ സെക്രട്ടറി ജിൽസൺ ജോസ്, ട്രഷറർ ഷാജി ചെറിയ തുടങ്ങിയവർ സംസാരിച്ചു. काश्मीरा द्राविड भाषा
തൃശൂർ കുറ്റിപ്പുറം റോഡിലെ ചൂണ്ടൽ മുതൽ കേച്ചേരി വരെ വ്യാഴാഴ്ച മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. റോഡിലെ കുഴികൾ അടയ്ക്കുന്ന പ്രവൃത്തികൾ നടക്കുന്നതിനാലാണ് നിയന്ത്രണം. കുന്നംകുളം ഭാഗത്തു നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ചൂണ്ടൽ ജംഗ്ഷനിൽ നിന്നും ഗുരുവായൂർ റോഡിലേക്ക് കയറി മറ്റം വഴി കേച്ചേരിയിലെത്തി യാത്ര തുടരണം. തൃശൂർ ഭാഗത്തു നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കേച്ചേരി ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് ചൂണ്ടൽ ആളൂർ റോഡ് വഴി ചൂണ്ടൽ ജംഗ്ഷനിലെത്തി യാത്ര തുടരണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നടത്തിയ രാപ്പകൽ സമരം സമാപിച്ചു. പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൂണ്ടലിൽ സംഘടിപ്പിച്ച രാപ്പകൽ സമരത്തിന്റെ സമാപന യോഗം മുൻ MLA PA മാധവൻ ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി CC ശ്രീകുമാർ, കോൺഗ്രസ് നേതാക്കളായ RM ബഷീർ, P മാധവൻ, ആന്റോ പോൾ, ബാലചന്ദ്രൻ പൂലോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നെല്ലിന്റെ സംഭരണ വില നൽകാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാക്കി കോൾ കർഷകർ. ജില്ലാ കോൾ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ SBI റീജിയണൽ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. KK കൊച്ചുമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. കൊളങ്ങാട്ട് ഗോപി, KK രാജേന്ദ്രബാബു, PR വർഗീസ്, KK സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. 10.63 കോടി രൂപയാണ് ജില്ലയിലെ കർഷകർക്ക് മാത്രം ലഭിക്കാനുള്ളത്. കഴിഞ്ഞ മാർച്ചിലാണ് സപ്ലൈകോ നെല്ല് ഏറ്റെടുത്തത്. പുതിയ സീസൺ ആരംഭിക്കാറായിട്ടും കർഷകർക്ക് കഴിഞ്ഞ വർഷത്തെ നെല്ലിന്റെ പണം ലഭിക്കാത്തത് പ്രതിസന്ധി രൂക്ഷമാക്കിയിരിക്കുകയാണ്. മൂർക്കനാട് ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ നടന്ന ഇരട്ട കൊലപാതക കേസിലെ മുഖ്യപ്രതികളായ സഹോദരങ്ങളെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. ചാമക്കല ചക്കുഞ്ഞി കോളനി സ്വദേശി ചക്കനാഥ് വീട്ടിൽ ഇച്ചാവ എന്ന വൈഷ്ണവ്, അപ്പു എന്ന ജിഷ്ണു എന്നിവരെയാണ് ഇരിങ്ങാലക്കുട DYSP KG സുരേഷ്, ഇൻസ്പെക്ടർ അനീഷ് കരീം എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പട്ടാമ്പിയിലെ ഒളിത്താവളം വളഞ്ഞാണ് ഇരുവരെയും പിടികൂടിയത്. മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളായ പ്രതികൾ നേരത്തെ കാട്ടൂരിൽ പോലീസ് നൈറ്റ് പെട്രോൾ സംഘത്തിന് നേരെ വാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു. ജില്ലയിലെ 7 സ്റ്റേഷനുകളിലായി 13ഓളം ക്രിമിനൽ കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കൊടുങ്ങല്ലൂർ ഇൻസ്പെക്ടർ BK അരുൺ, ഇരിങ്ങാലക്കുട SI K അജിത്, ASI സൂരജ്, സീനിയർ CPOമാരായ KJ ഷിൻഡോ, സോണി സേവിയർ, KS ഉമേഷ്, ES ജീവൻ, ബിനുരാജ് തുടങ്ങിയവർ പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. മൂർക്കനാട് ഡബിൾ മർഡർ കേസ് ഇൻവോൾവ് ആയ 2 പ്രതികളെ പട്ടാമ്പി പാലക്കാട് നിന്ന് പിടിച്ചിട്ടുണ്ട്. ഇവരുടെ പേര് ജിഷ്ണു അലാസ് അപ്പു, വൈഷ്ണവ് അലാസ് ഇച്ചാവാണ്. ജിഷ്ണു 3 308 IPC, 1 307 IPC മുനിസിപ്പൽ ഹെഡ് കേസിൽ ഇവരുടെ പ്രതിയാണ്. വൈഷ്ണവ് 3 308 IPC, 2 307 IPC, 436 IPC കേസിനോട് പ്രതിയാണ്. ചാലക്കുടി കൂടപ്പുഴയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് വ്യാപാരി മരിച്ചു. ചാലക്കുടി മാർക്കറ്റ് റോഡിലെ CD പ്ലാസ്റ്റിക്സ് ഉടമ എലഞ്ഞിപ്ര സ്വദേശി ചിറപ്പണത്ത് 65 വയസ്സുള്ള ഫ്രാൻസിസ് ആണ് മരിച്ചത്. കൂടപ്പുഴ തിരുമാന്താംകുന്ന് ജംഗ്ഷന് സമീപം ഫ്രാൻസിസ് സഞ്ചരിച്ചിരുന്ന ബൈക്ക് സ്വകാര്യ ബസിനെ മറികടക്കുന്നതിനിടയിലായിരുന്നു അപകടം. പരിയാരത്ത് നിന്നും ചാലക്കുടി ടൗണിലേക്ക് പോയിരുന്ന മറ്റൊരു ബൈക്കും ഇതേ സമയം ബസിനെ മറികടക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഹാൻഡിൽ തട്ടി നിയന്ത്രണം വിട്ട ഫ്രാൻസിസ് സഞ്ചരിച്ചിരുന്ന ബൈക്ക് റോഡിലേക്ക് തെറിച്ചു വീണു. ഉടൻ തന്നെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽപ്പെട്ട ബൈക്കിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചുമാറ്റിയ ഗുഡ്സ് ഓട്ടോറിക്ഷ നിയന്ത്രണം തെറ്റി ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അതിലുണ്ടായിരുന്ന അതിഥി തൊഴിലാളിയായ യുവാവിന് നിസ്സാര പരിക്കേറ്റു. ഇലക്ട്രിക് കമ്പികൾ റോഡിൽ പൊട്ടിവീണതറിഞ്ഞ് ഉടനെ KSEB ഉദ്യോഗസ്ഥർ പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത് അപകടം ഒഴിവാക്കി. ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷൻ കമ്മിറ്റി അംഗമാണ് മരിച്ച ഫ്രാൻസിസ്. ചാവക്കാട് തിരുവത്ര പുതിയറയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് കാർ യാത്രികരായി 2 പേർക്ക് പരിക്ക്. കാസർകോട് കാഞ്ഞങ്ങാട് സ്വദേശികളായ ഇർഷാദ്, ആസിഫ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ബുധനാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. പൊന്നാനി ഭാഗത്തു നിന്നും ചാവക്കാട്ടേക്ക് പോവുകയായിരുന്ന ലോറിയും ചാവക്കാട് നിന്നും വന്നിരുന്ന കാറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. പരിക്കേറ്റവരെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ അപമാനിക്കാൻ ശ്രമിച്ച ഇതര സംസ്ഥാന തൊഴിലാളിയെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പശ്ചിമബംഗാൾ സ്വദേശി ശംഭുനാഥ് കർമാക്കറാണ് പിടിയിലായത്. കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡിൽ ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപത്ത് കഴിഞ്ഞ ദിവസമാണ് സംഭവം. സ്കൂളിലേക്ക് പോകുകയായിരുന്ന കുട്ടിയുടെ കൈപിടിച്ച് വലിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെ കരച്ചിൽ കേട്ട് നാട്ടുകാരെത്തി ശംഭുനാഥനെ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു.
ചേലക്കര ഉതുവടി പള്ളിക്ക് സമീപം ഒരു സംഘം ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ചതായി പരാതി. വെങ്ങാനല്ലൂർ സ്വദേശി നെല്ലിപ്പറമ്പിൽ അനീഷിനെ മർദ്ദിക്കുകയും ഓട്ടോറിക്ഷ തല്ലി തകർത്തതുമായാണ് പരാതി ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. ചേലക്കരയിൽ നിന്നും ഓട്ടം വിളിച്ച വാഹനം വെയിറ്റ് ചെയ്യിപ്പിക്കുകയും പിന്നീട് വീണ്ടും ഓട്ടം പോകാൻ പറഞ്ഞപ്പോൾ സാധിക്കില്ലെന്ന് പറഞ്ഞ് തന്നെ അസഭ്യം പറയുകയും മറ്റ് ആളുകളെ വിളിച്ചു വരുത്തി കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയും ഓട്ടോറിക്ഷ തല്ലി തകർക്കുകയും ചെയ്യുകയായിരുന്നുവെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടി. മർദ്ദനമേറ്റ അനീഷ് ചേലക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഷൺമുഖം കനാലിന് കുറുകെ ഇരിങ്ങാലക്കുട നഗരസഭയെയും പൂമംഗലം പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന കളത്തുംപടി പാലം എന്ന ചവിട്ടുപാലം പുനർനിർമ്മിക്കുന്നു. അപകടാവസ്ഥയിലായ നിലവിലെ പാലം പൊളിച്ചുമാറ്റി അതേ സ്ഥലത്ത് തന്നെയാണ് പുതിയ പാലം നിർമ്മിക്കുക. സംസ്ഥാന സർക്കാർ 2024-25 വർഷത്തെ ബജറ്റിൽ 2 കോടി രൂപ അനുവദിച്ചാണ് പാലം പുനർനിർമ്മിക്കുന്നത്. ഇതിന്റെ ആദ്യപടിയായി മണ്ണ് പരിശോധനയ്ക്ക് തുടക്കമായി. പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കി ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭ്യമാക്കി പാലം നിർമ്മാണം പൂർത്തിയാക്കും. 5 പടികൾ കയറി വേണം 1 മീറ്റർ വീതിയുള്ള പാലം കടന്ന് പൂമംഗലം പഞ്ചായത്തിൽപ്പെട്ട കനാൽ കിഴക്കേ ബണ്ട് റോഡിലെത്താൻ. പാലത്തിലൂടെ നടന്നുപോകാൻ കഴിയും എന്നല്ലാതെ സൈക്കിൾ പോലും ഓടിച്ചു കൊണ്ടുപോകാൻ സാധിക്കില്ല. ഷൺമുഖം കനാൽ കിഴക്കേ ബണ്ടിനു സമീപം എടക്കുളം പെരുവല്ലിപ്പാടം വരെ വഴി വന്നു നിൽക്കുന്നുണ്ട്. ഇത് കിഴക്കേ ബണ്ട് റോഡിലെത്തിച്ച് പാലം കടന്നാൽ വേളൂക്കര പഞ്ചായത്തിലെ ഐക്കരക്കുന്ന് പ്രദേശത്തുള്ളവർക്കും എടക്കുളം കിഴക്കുഭാഗത്തുള്ളവർക്കും എളുപ്പം നഗരത്തിലെത്താൻ സാധിക്കും. ഐക്കരക്കുന്ന് ഭാഗത്ത് താമസിക്കുന്നവർ കോലോത്തുംപടി വഴി ചന്തക്കുന്നിലെത്തിയും എടക്കുളത്തുള്ളവർ ചേലൂർ വഴിയും കിലോമീറ്ററുകൾ താണ്ടി വേണം ഇരിഞ്ഞാലക്കുടയിലെത്താൻ. പാലം യാഥാർത്ഥ്യമായാൽ നിലവിലുള്ള ചുറ്റൽ ഒഴിവാക്കാൻ ഇരു പഞ്ചായത്തിലുള്ളവർക്കും സാധിക്കും. ചവിട്ടുപാലം പൊളിച്ച് വീതി കൂട്ടി വാഹനങ്ങൾക്ക് കടന്നുപോകാൻ സാധിക്കുന്ന തരത്തിൽ പാലം പുനർനിർമ്മിക്കണമെന്ന് കാലങ്ങളായുള്ള പ്രദേശവാസികളുടെ ആവശ്യമായിരുന്നു. TCV ഇരിഞ്ഞാലക്കുട. മുഖ്യമന്ത്രിയുടെ എക്സൈസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. ചാലക്കുടി റേഞ്ച് ഇൻസ്പെക്ടർ CU ഹരീഷ്, തൃശൂർ IB ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KJ ലോനപ്പൻ എന്നിവർ മെഡലിന് അർഹരായി. ചേലക്കരയിൽ വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ചേലക്കര ചീപ്പാറ വീട്ടിൽ സിയാദ് സാജിദ ദമ്പതികളുടെ മകൻ 10 വയസ്സുള്ള അസീമാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രി വീടിനുള്ളിൽ തൂങ്ങിയ നിലയിൽ കണ്ട് ഉടൻ തന്നെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ചേലക്കര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മാള പഞ്ചായത്ത് ആസ്തി ഫണ്ടിൽ ഉൾപ്പെടുത്താത്ത സ്വകാര്യ വഴി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കട്ടവരിച്ചതിൽ ഉദ്യോഗസ്ഥർക്കും വാർഡ് മെമ്പർക്കും വീഴ്ച സംഭവിച്ചതായി തൊഴിലുറപ്പ് പദ്ധതി ഓംബുഡ്സ്മാൻ. മാള കിഴക്കനങ്ങാടി മാമ്പിളി റോഡ് കട്ടവരിക്കൽ പദ്ധതിയുടെ പേരിൽ ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് ജില്ലാ ഓംബുഡ്സ്മാൻ KV അബ്ദുൾ അസീസ് വ്യക്തമാക്കി. സംഭവത്തിൽ പൊതുപ്രവർത്തകനായ ജോയ് മാതിരപ്പള്ളിയാണ് ഓംബുഡ്സ്മാന് പരാതി നൽകിയത്. മൊഴിയെടുത്തതിന് ശേഷം ഓംബുഡ്സ്മാൻ KV അബ്ദുൾ അസീസ് സ്ഥലം സന്ദർശിച്ചു. റോഡ് തെരഞ്ഞെടുത്തപ്പോൾ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ലെന്ന് കണ്ടെത്തി. വാർഡംഗം പറഞ്ഞതനുസരിച്ചാണ് കട്ടവരിച്ചതെന്ന് അക്രഡിറ്റഡ് എഞ്ചിനീയർ മൊഴി നൽകിയിരുന്നു. പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്റർ പരിശോധിച്ചിരുന്നുവെങ്കിൽ ഗുരുതരമായ വീഴ്ച സംഭവിക്കില്ലായിരുന്നു. കട്ടവരിക്കുന്നതിന് വേതനമായി നൽകിയ 3996 രൂപ ഉദ്യോഗസ്ഥർ 15 ദിവസത്തിനകം തിരിച്ചടയ്ക്കണമെന്നും നിർദ്ദേശിച്ചു. പദ്ധതിക്ക് വേണ്ടിവന്ന 4,51,398 രൂപയിൽ 3,996 രൂപ മാത്രമാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ചെലവഴിച്ചിട്ടുള്ളൂവെന്ന് ഓംബുഡ്സ്മാൻ കണ്ടെത്തി. ഓംബുഡ്സ്മാൻ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ആസ്തിയിലില്ലാത്ത വഴി കട്ടവരിച്ചതടക്കമുള്ള മുൻ വർഷങ്ങളിലെ പദ്ധതികൾ സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്ന് പരാതിക്കാരൻ പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം മൂലം തിരിച്ചടിയേറ്റ് ചക്ക ഉൽപ്പന്നങ്ങൾ. ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്ന വിപണി പ്രതിസന്ധിയിൽ. സ്ക്വാഷ്, പുട്ടുപൊടി, അലുവ, അച്ചാർ, ചമ്മന്തിപ്പൊടി, ഔലോസുണ്ട തുടങ്ങി നിരവധി വിഭവങ്ങളാൽ സമൃദ്ധമാകാറുണ്ട് ചക്കക്കാലത്തിന് ശേഷമുള്ള അവയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്ന വിപണി. ചക്ക കൊണ്ടുണ്ടാക്കിയ ഭക്ഷ്യസാധനങ്ങൾക്ക് വിൽപ്പനയിൽ വലിയ തിരിച്ചടി നേരിട്ടുവെന്ന് ചെറുകിട കച്ചവടക്കാർ പറയുന്നു. ചക്ക ഇനങ്ങൾ മാത്രം വിൽപ്പന നടത്തുന്ന ഏജൻസികൾ പലതും ഇതിനകം പ്രവർത്തനം അവസാനിപ്പിച്ചു കഴിഞ്ഞു. കനത്ത മഴ ഇക്കുറി വിനോദസഞ്ചാരത്തിന് ഏൽപ്പിച്ച ആഘാതത്തെ തുടർന്നാണ് ചക്ക ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന 4-1 കുറഞ്ഞത്. കുടുംബശ്രീ പ്രവർത്തകർ പലയിടത്തായി ആരംഭിച്ച ചക്ക ഉൽപ്പന്നങ്ങളുടെ കച്ചവടവും നിലച്ച മട്ടാണ്. നിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിയതും ഇവർക്ക് ദോഷമായി. അതിരപ്പള്ളി പഞ്ചായത്തിലെ മികച്ച ചക്ക ഉൽപ്പന്ന സംരംഭകനായ NK മുരളി വെറ്റിലപ്പാറയിലെ തന്റെ ഗോൾഡൻ ജാഗ് കേന്ദ്രത്തിൽ മോശം അവസ്ഥയാണെന്ന് പറയുന്നു. ജീവനക്കാരെ നിലനിർത്താനുള്ള പെടാപ്പാടിലാണ് 10 വർഷമായി ചക്ക വിപണന മേഖലയിൽ തുടരുന്ന മുരളി. വിപണി വളരെ മോശമാണ്. വ്യാപകമായിട്ട് ഇങ്ങനെ കേരളത്തില്
ചക്ക യൂണിറ്റുകൾ വരലും കൂട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്വാളിറ്റി കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ വന്നാൽ പിന്നെയാണ് നമുക്ക് സെയിൽ കുറയാൻ കാരണം. സെയിൽ കുറയുമ്പോൾ കർഷകർക്ക് ബുദ്ധിമുട്ടാണ്. കർഷകരുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന ചക്കകളുടെ ക്വാണ്ടിറ്റി കുറയും. അതേമാതിരി ഇവിടുത്തെ ജീവനക്കാരെ നമ്മൾ കുറയ്ക്കേണ്ടി വരും. പല ആളുകൾക്കും ഇതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. വിപണി ഒന്ന് കയറി കിട്ടിയാലാണ് നമുക്കിത് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. നമ്മൾ ഇത്രയും കാശ് മുടക്കി ഒരു യൂണിറ്റ് തുടങ്ങിയിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇടുക്കി, കുമളി എന്നിവിടങ്ങളിൽ നിന്നും ഇക്കാലത്താണ് ചക്കകൾ എത്താറുള്ളത്. എന്നാൽ അവിടെയും ഇപ്പോൾ വറുതിയുടെ കാലമാണ്. പ്രാദേശികമായി കൃഷി ചെയ്യുന്ന സങ്കരയിനം പ്ലാവുകളുടെ ചക്കകളാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ആശ്രയം. ഇവ കൊണ്ട് തയ്യാറാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഓണക്കാലത്തെങ്കിലും പച്ച പിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് മേഖലയിലെ സംരംഭകർ. TCV ന്യൂസ്, ചാലക്കുടി. BJP ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യ വിഭജന ഭീകരത സ്മൃതി ദിനമായി ആചരിച്ചു. സ്മൃതി ദിനത്തോടനുബന്ധിച്ച് തൃശൂർ കോർപ്പറേഷൻ പരിസരത്തു നിന്ന് BJP ഓഫീസിലേക്ക് മൗനജാഥ സംഘടിപ്പിച്ചു. BJP ദേശീയ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. സേവനം ചെയ്യുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ അല്പസമയം മുമ്പ് തൃശൂർ കോർപ്പറേഷൻ ഓഫീസ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CITU തൃശൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കേരളത്തോടുള്ള റെയിൽവേയുടെ അവഗണന അവസാനിപ്പിക്കുക, മാലിന്യ നിർമ്മാർജ്ജനത്തിൽ റെയിൽവേ കാണിക്കുന്ന അനാസ്ഥ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. ദിവാഞ്ചിമൂലയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് CITU ജില്ലാ പ്രസിഡന്റ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി P സുധാകരൻ അധ്യക്ഷത വഹിച്ചു. MR രാജൻ, KV ഹരിദാസ്, BC ബിജു, നിക്സൺ, കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ക്യാൻസർ ബാധിതരായ ആറ്റത്ര സ്വദേശികളായ ദമ്പതികൾ തുടർ ചികിത്സയ്ക്ക് സുമനസ്സുകളുടെ സഹായം തേടുന്നു. ആറ്റത്ര കണ്ണനായ്ക്കൽ ബാബു, ഭാര്യ എൽസി എന്നിവരാണ് 7 വർഷത്തോളമായി ക്യാൻസർ രോഗത്താൽ ആശുപത്രികൾ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട്. എൽസിക്കാണ് ആദ്യം രോഗബാധ കണ്ടെത്തിയത്. തുടർന്ന് നിരവധി ചികിത്സകൾ നടത്തിയെങ്കിലും രോഗം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. നിരവധി തവണ ശസ്ത്രക്രിയകൾ നടത്തിയതിനെ തുടർന്ന് വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴാണ് കുടുംബനാഥനായ ബാബുവിനും 2020 ക്യാൻസർ പിടിപെടുന്നത്. ഇതോടെ ഉപജീവനത്തിനും ചികിത്സയ്ക്കും പണം കണ്ടെത്താനാകാതെ ദുരിതത്തിലായി ഈ കുടുംബം. 2 പെൺമക്കളാണ് ഇവർക്കുള്ളത്. വിവാഹം കഴിപ്പിച്ചു വിട്ടതാണെങ്കിലും മാതാപിതാക്കളെ പരിചരിക്കുന്നതിന് ജോലി പോലും നഷ്ടപ്പെടുത്തി മക്കൾ വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. അച്ഛനും അമ്മയ്ക്കും 1 മാസത്തെ ചികിത്സാ ചെലവിന് മാത്രമായി 36,000-ഓളം രൂപ വരുന്നുണ്ടെന്ന് മൂത്ത മകൾ ബിൻസി ബാബു പറയുന്നു. അപ്പച്ചന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണ്. 2020 അപ്പച്ചനെ കണ്ടത്. 4 വർഷമായി. അമ്മയ്ക്ക് 2017 മുതൽ, അതായത് തൈറോയ്ഡ് ക്യാൻസർ, അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് ബ്രസ്റ്റ് ക്യാൻസർ, അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് ഓവറി, പെരിറ്റോണിയൽ, ആ ഭാഗങ്ങളൊക്കെ സർജറി കഴിഞ്ഞു. ഫണ്ട് ഞങ്ങൾക്ക് വേറെ ഇല്ല. കാരണം കാരുണ്യ ഫണ്ട് അനുവദിച്ച് 2 ലക്ഷവും കഴിഞ്ഞു. അതുപോലെ തന്നെ അപ്പച്ചനെയും. ഒരു അമ്മയ്ക്കായിരുന്നു ആദ്യം വന്നത്, അതിനുശേഷം അപ്പച്ചനെ വന്നേ. കുടുംബത്തിന് വേറൊരു വരുമാന മാർഗവും ഇല്ല. നാട്ടുകാരുടെയും സുമനസ്സുകളുടെയും സഹായത്താലാണ് ഇതുവരെയുള്ള ചികിത്സകൾ നടത്തിപ്പോന്നത്. സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തെ ഇതുവരെ നാട്ടുകാരും മറ്റും സഹായിച്ചുവെങ്കിലും തുടർ ചികിത്സയ്ക്കായി കൂടുതൽ പണം കണ്ടെത്തുന്നതിനായി സുമനസ്സുകളുടെ സഹായം വേണമെന്ന് വാർഡ് മെമ്പർ റിജി ജോർജ് പറഞ്ഞു. പറയാൻ മാത്രം വരുമാനം എവിടുന്നും കിട്ടാനില്ല. ഇത്രയും നാള് ഓരോരുത്തരുടെ സഹായം കൊണ്ടാണ് ഇവർക്ക് ഈ മരുന്നൊക്കെ വാങ്ങാനും ഒക്കെ പറ്റിയിരുന്നത്. ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ഇൻഷുറൻസ് ഇപ്പൊ കുറച്ച് നാളായിട്ട് അതും ഇല്ല. മരുന്ന് മാത്രമല്ല, വേഗം കൂടി ആകുമ്പോൾ അവർക്ക് ഒരു മാസം തന്നെ 50,000-ന് മുകളില് മരുന്നിന് മാത്രമായിട്ട് വരുന്നുണ്ട്. ചികിത്സാ ധനസമാഹരണത്തിനായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ രക്ഷാധികാരിയും പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ കൺവീനറും വാർഡ് മെമ്പർ റിജി ജോർജ് ചെയർമാനുമായും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PM സജി, PK മാധവൻ എന്നിവരടങ്ങിയ ചികിത്സാ ധനസഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്.
ഈ കുടുംബത്തെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ബിൻസി ബാബുവിന്റെ പേരിലുള്ള വടക്കാഞ്ചേരി SBI ശാഖയിലെ 4292988925 എന്ന അക്കൗണ്ടിലേക്ക് പണം അയക്കാവുന്നതാണ്. TCV ന്യൂസ് എരുമപ്പെട്ടി. കഥാകാരൻ N. രാജന്റെ തിരഞ്ഞെടുത്ത കഥകളുടെ പ്രകാശനം സാഹിത്യ അക്കാദമിയിൽ നടന്നു. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K. സച്ചിദാനന്ദൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ പുസ്തകം ഏറ്റുവാങ്ങി. സാഹിത്യ അക്കാദമി സെക്രട്ടറി പ്രൊഫസർ CP അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രൻ, KL ജോസ്, KS സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ എറിയാട് മദ്യം വാങ്ങാൻ പണം നൽകാത്തതിലുള്ള വിരോധത്തിൽ അതിഥി തൊഴിലാളിയുടെ മകനെ കമ്പിവടി കൊണ്ട് തലക്കടിച്ച് ഗുരുതര പരിക്കേൽപ്പിച്ച പ്രതികൾ കോടതിയിൽ കീഴടങ്ങി. എറിയാട് വാഴക്കാലയിൽ വീട്ടിൽ അഷ്കർ, പേവസാർ സ്വദേശി വാക്കാട്ട് വീട്ടിൽ വിഷ്ണു എന്നിവരാണ് കോടതിയിൽ കീഴടങ്ങിയത്. ഇവരെ കോടതി റിമാൻഡ് ചെയ്തു. കേസിലെ മറ്റു പ്രതികളായ ജിഷ്ണു, മുഹമ്മദ് ഉണ്ണി എന്നിവരെ സംഭവ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. എറിയാട് കമ്മ്യൂണിറ്റി ഹാളിന് സമീപം താമസിക്കുന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശി അഷ്റഫ് മുഡാലിനെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച മകനെയാണ് കമ്പിവടി കൊണ്ട് തലയ്ക്ക് അടിച്ചത്. ചെറുതുരുത്തിയിൽ +1 വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയെയാണ് സീനിയർ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിച്ചത്. സീനിയേഴ്സിന്റെ മുഖത്ത് നോക്കി എന്നാരോപിച്ചാണ് 35ഓളം വിദ്യാർത്ഥികൾ ആക്രമിച്ചതെന്ന് മർദ്ദനമേറ്റ വിദ്യാർത്ഥി പരാതിയിൽ പറയുന്നു. തലയ്ക്കും അടിവയറ്റിലും സർജറി കഴിഞ്ഞ് അധിക നാളാകാത്ത കാലിലും ചവിട്ടിയതായും പറയുന്നു. പരിക്കേറ്റ വിദ്യാർത്ഥിയെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെറുതുരുത്തി പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6530 രൂപ, പവന് 52,240 രൂപ, വെള്ളി ഗ്രാമിന് 88 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3183 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 6 ലക്ഷം രൂപ സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. തൃശൂർ കോർപ്പറേഷൻ 5 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. തൃശൂർ പൂരം വെടിക്കെട്ട് ആസ്വദിക്കാൻ പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പുതിയ റിപ്പോർട്ട് നൽകി ഹൈക്കോടതിയിൽ നിന്ന് അനുമതി വാങ്ങാൻ ശ്രമിക്കുമെന്നും സുരേഷ് ഗോപി. സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് ജില്ലയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ മന്ത്രി R. ബിന്ദു ദേശീയ പതാക ഉയർത്തും. തൃശൂർ കുറ്റിപ്പുറം റോഡിൽ ചൂണ്ടൽ മുതൽ കേച്ചേരി വരെ വ്യാഴാഴ്ച മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. റോഡിലെ കുഴികൾ അടയ്ക്കുന്ന പ്രവൃത്തികൾ നടക്കുന്നതിനാലാണ് നിയന്ത്രണം. നെല്ലിന്റെ സംഭരണ വില നൽകാത്തതിൽ പ്രതിഷേധിച്ച് കോൾ കർഷകർ മാർച്ച് നടത്തി. കർഷകർക്ക് ലഭിക്കുവാനുള്ളത് 10.5 കോടിയിലധികം രൂപ. മൂർഖനാട് ഇരട്ട കൊലപാതക കേസിലെ മുഖ്യപ്രതികളായ സഹോദരങ്ങൾ ഇരിങ്ങാലക്കുട പോലീസിന്റെ പിടിയിലായി. ചാമക്കല സ്വദേശികളായ വൈഷ്ണവ്, ജിഷ്ണു എന്നിവരാണ് അറസ്റ്റിലായത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.